ഹായ് ഫ്രണ്ട്സ്, ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം. BA മലയാളം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 5th സെമ്മിലെ മലയാള സാഹിത്യ വിമർശനം എന്ന് പറയുന്ന വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇതിനു മുമ്പ് ഈ വീഡിയോയിലെ മൊഡ്യൂൾ 1 ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ആ വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോയിലേക്ക് വരിക. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് സാഹിത്യ പഞ്ചാനൻ എന്നറിയപ്പെടുന്ന PK നാരായണപിള്ളയെ പറ്റിയാണ്. PK നാരായണപിള്ള എപ്പോഴാണ് ജനിച്ചത്, അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ് എന്നതിനെ പറ്റിയൊക്കെ നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് PK നാരായണപിള്ള എന്ന് പറയുന്ന വ്യക്തിയെപ്പറ്റി മനസ്സിലാക്കാം. അദ്ദേഹം സാഹിത്യ പഞ്ചാനൻ എന്നാണ് അറിയപ്പെടുന്നത്. ശ്രീ PK നാരായണപിള്ള അറിയപ്പെടുന്നത് സാഹിത്യ പഞ്ചാനൻ എന്ന പേരിലാണ്. അങ്ങനെ ഒരു ബിരുദമാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അറിയപ്പെടുന്നത് ഈ ഒരു പേരിലാണ്. സാഹിത്യ പഞ്ചാനൻ എന്ന ബിരുദം നേടിയിട്ടുള്ള ആളാണ് PK നാരായണപിള്ള എന്ന് നമ്മൾ പറഞ്ഞു. അദ്ദേഹം മലയാള സാഹിത്യ വിമർശന രംഗത്തെ തന്നെ പുതിയൊരു മേഖലയിലേക്ക്, പുതിയൊരു വഴിത്തിരിവിലേക്ക്, ഒരു മാറ്റത്തിലേക്കൊക്കെ നയിക്കുന്നതിന് വേണ്ടി മുന്നിൽ തന്നെ നിന്നിട്ടുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങളിലൂടെയും അദ്ദേഹത്തിൻ്റെ നിരൂപണങ്ങളിലൂടെയും വ്യക്തമായിട്ടുള്ള അഭിപ്രായങ്ങളിലൂടെയും പുതിയ ചിന്താഗതികളിലൂടെയും മലയാള സാഹിത്യത്തെ പുതിയൊരു വഴിയിലേക്ക് നയിച്ചിട്ടുള്ള ഒരാളാണ് PK നാരായണപിള്ള എന്ന് പറയുന്നത്. പുതിയൊരു വീക്ഷണം തന്നെ മലയാള സാഹിത്യ ലോകത്തിന് മുന്നോട്ട് വെച്ച ഒരു എഴുത്തുകാരനും വിമർശകനും പണ്ഡിതനും അതേപോലെ തന്നെ നിരൂപകനും ഒക്കെയാണ് സാഹിത്യ പഞ്ചാനൻ എന്നറിയപ്പെടുന്ന PK നാരായണപിള്ള. അദ്ദേഹം അഭിഭാഷകനായിട്ടും ജഡ്ജിയായിട്ടും എല്ലാം പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം ജനിക്കുന്നത്, ശ്രീ PK നാരായണപിള്ള ജനിക്കുന്നത് 1878 അമ്പലപ്പുഴ എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിക്കുന്നത്. സുകുമാർ അഴീക്കോട് അദ്ദേഹത്തെ പറ്റി പറയുന്ന വാക്കുകൾ വളരെ ശ്രദ്ധേയമായിട്ടുള്ള വാക്കുകളാണ്. സുകുമാർ അഴീക്കോട് എന്താണ് PK നാരായണപിള്ളയെ പറ്റി പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. അദ്ദേഹം പറയുന്നത്, മലയാള ഭാഷയിൽ പണ്ഡിതൻ്റെ കോട്ടും തലപ്പാവും ധരിച്ച ഒന്നാമത്തെ വിമർശകനാണ് PK എന്നാണ് സുകുമാർ അഴീക്കോട് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ PKയിലെ വിമർശകനെ മനസ്സിലായിക്കൊണ്ട് അദ്ദേഹത്തെ പറ്റി വളരെ വ്യക്തമായി തന്നെ സുകുമാർ അഴീക്കോട് പറയുന്നു. അദ്ദേഹം നമ്മുടെ മലയാള സാഹിത്യ രചനയെ തന്നെ, അല്ലെങ്കിൽ മലയാള സാഹിത്യ ലോകത്തെ തന്നെ പുതിയൊരു രീതിയിലേക്കും പുതിയൊരു മാതൃകയിലേക്കും കൂട്ടിക്കൊണ്ടുപോവുകയും അഭിപ്രായങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ ആ കാലത്ത് തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്ത ഒരു വ്യക്തിത്വത്തിനുടമയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിച്ച, ഒരു പുതിയ ഒരു മേഖലയിലേക്ക് സാഹിത്യത്തെ നയിച്ച ഒരാളാണ് എന്നുള്ള കാര്യം ഇവിടെ വ്യക്തമാക്കുകയാണ്. പണ്ഡിതൻ്റെ കോട്ടും തലപ്പാവും ധരിച്ച ഒന്നാമത്തെ വിമർശകനാണ് PK എന്ന് അദ്ദേഹം പറയുകയാണ്. ഇവിടെ അഭിഭാഷകനും ജഡ്ജിയായിട്ടെല്ലാം അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു എന്ന് നമ്മൾ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതെല്ലാം നമ്മൾ ഓർക്കേണ്ടതാണ്. അപ്പോൾ അത്രയും വലിയ ആശയങ്ങൾ സമ്മാനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്, അത്രയും ഒരു ഉന്നതനായിട്ടുള്ള ആളാണ് PK നാരായണപിള്ള. അദ്ദേഹം ഒട്ടേറെ അറിവുള്ള ഒരു പണ്ഡിതൻ എന്ന് പറയുമ്പോൾ അത്രയേറെ അറിവുള്ള ഒരാൾ തന്നെയായിരുന്നു PK എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ, PK നടത്തിയിട്ടുള്ള പഠനങ്ങൾ ശ്രദ്ധേയമാണ്. നമ്മുടെ ചെറുശ്ശേരി എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ, അങ്ങനെ പ്രാചീന കവിത്രയത്തിൽപ്പെടുന്ന 3 പേരാണല്ലോ ഈ എഴുത്തച്ഛൻ, ചെറുശ്ശേരി, കുഞ്ചൻ നമ്പ്യാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെയൊക്കെ പറ്റിയിട്ട് അദ്ദേഹം വിമർശന പഠനങ്ങൾ എഴുതിയിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. താരതമ്യപ്പെടുത്തിയ ശേഷം ഇവരുടെ രചനകളെ, എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ, ചെറുശ്ശേരി എന്നിങ്ങനെയുള്ള പ്രാചീന കവിത്രയത്തിൽപ്പെടുന്ന മഹാന്മാരായ കവികളെ തമ്മിൽ താരതമ്യപ്പെടുത്തിക്കൊണ്ട് അവരെക്കുറിച്ചുള്ള വിമർശന ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് PK എന്നുള്ളതാണ് PKയുടെ ഏറ്റവും വലിയ സംഭാവനയായിട്ട് കണ്ടെത്താൻ വേണ്ടി സാധിക്കുന്നത്. ARൻ്റെ ശിഷ്യനായിരുന്നു PK എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. നമ്മൾ നേരത്തെയുള്ള ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ള AR രാജരാജവർമ്മ, കേരളപാണിനി എന്ന് പറയുന്ന ഗ്രന്ഥം രചിച്ച, കേരളപാണിനി എന്നറിയപ്പെടുന്ന AR രാജരാജവർമ്മയുടെ ഒരു ശിഷ്യനായിരുന്നു സത്യത്തിൽ സാഹിത്യ പഞ്ചാനൻ. പക്ഷേ അദ്ദേഹം ശിഷ്യനായിരുന്നെങ്കിൽ പോലും അദ്ദേഹത്തിന് ചെറിയ ചില എതിർപ്പുകൾ ARനോടുണ്ടായിരുന്നു എന്നുള്ളത് ഒരു ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം ശിഷ്യനായിരുന്നെങ്കിൽ പോലും AR ഒട്ടേറെ വാഴ്ത്തി പാടിയിട്ടുള്ള, AR ഒട്ടേറെ ആരാധിച്ചു പോന്നിട്ടുള്ള ചങ്ങമ്പുഴ, വള്ളത്തോൾ, ആശാൻ, ഇവരെ 3 പേരെയും AR വളരെയേറെ പൊക്കി പറയുകയും ഒട്ടേറെ ആരാധിക്കുകയും ചെയ്തിട്ടുള്ളൊരു വ്യക്തിത്വങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇവരെയൊന്നും അത്രയേറെ അംഗീകരിക്കാൻ PK ശ്രമിക്കുന്നില്ല. PK അത്രയേറെ ഇവരെയൊന്നും അങ്ങനെ അങ്ങ് അംഗീകരിക്കുന്നില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും. ചങ്ങമ്പുഴ കവിതകളെ മിഠായി കവിതകൾ എന്നാണ് PK വിശേഷിപ്പിച്ചത്. അപ്പോൾ മിഠായി കവിതകൾ എന്നുള്ള രീതിയിൽ ചങ്ങമ്പുഴയെ വിശേഷിപ്പിച്ചപ്പോൾ തന്നെ മനസ്സിലാക്കാം. അപ്പോൾ ആ ഒരു രീതിയിൽ അത്ര വലിയ ഒരു സ്ഥാനമൊന്നും ചങ്ങമ്പുഴയ്ക്കും അതേപോലെ തന്നെ ആശാനുമൊന്നും കൊടുക്കാൻ വേണ്ടി അദ്ദേഹം തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. കരുണയ്ക്ക് നിരൂപണം എഴുതിയിട്ടുണ്ട്
PK. അപ്പോൾ കരുണയ്ക്ക് എഴുതിയ നിരൂപണമൊക്കെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും അത്ര വലിയ ഒരു പരിഗണനയൊന്നും ആശാനും അദ്ദേഹം കൊടുക്കുന്നില്ല. അപ്പോൾ ഈ 3 കവികളെ, പ്രാചീന കവികളെ താരതമ്യപ്പെടുത്തി വിമർശനങ്ങളൊക്കെ എഴുതിയിട്ടുള്ള PK AR ആരാധിച്ചു പോരുന്ന ചങ്ങമ്പുഴയെയും വള്ളത്തോളിനെയും ഒന്നും അത്രയേറെ അംഗീകരിച്ചിരുന്നില്ല എന്നുള്ള ഒരു വസ്തുത കൂടി നമുക്കിതിൽ ഇവിടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ചങ്ങമ്പുഴ കവിതകളെ മിഠായി കവിതകൾ എന്ന് അദ്ദേഹം വിളിച്ചിട്ടുണ്ട്. അതേപോലെ കരുണയ്ക്ക് നടത്തിയിട്ടുള്ള നിരൂപണത്തിലെല്ലാം നമുക്കത് വ്യക്തമായിട്ട് തന്നെ കണ്ടെത്താൻ വേണ്ടി കഴിയുന്നതാണ്. ഇനി നമുക്ക് സാഹിത്യ പഞ്ചാനൻ എന്ന് പറയുന്ന PK നാരായണപിള്ളയുടെ പ്രധാന കൃതികളെപ്പറ്റി മനസ്സിലാക്കാം. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ എന്ന് പറയുന്നത് വിജ്ഞാനരഞ്ജിനി, പ്രസംഗ തരംഗിണി, പ്രബന്ധ കൽപ്പലതിക തുടങ്ങിയവയാണ്. അദ്ദേഹത്തിന് ആത്മകഥയുണ്ട്. സ്മരണമണ്ഡലം എന്ന് പറയുന്ന ആത്മകഥയാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയായിട്ട് ഉള്ളത്. 1938 അദ്ദേഹം അന്തരിച്ചത്. അപ്പോൾ അദ്ദേഹത്തിനെ പറ്റി നമ്മൾ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ നമ്മൾ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളെപ്പറ്റി, അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങളെപ്പറ്റി, അദ്ദേഹം മുന്നോട്ട് വച്ച ചിന്താധാരകളെപ്പറ്റി നമ്മൾ പറഞ്ഞു. ഒരു പുതിയ ചിന്താരീതിയിലേക്ക്, നവീനമായിട്ടുള്ള ഒരു മാർഗത്തിലേക്ക് നമ്മളെ നയിച്ചു, മലയാള സാഹിത്യത്തെ നയിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത്രയുമാണ് PK പറ്റി മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക് യു.